കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം, എക്സാക്ട്ലി പറഞ്ഞാൽ 2024 ഏപ്രിൽ മാസം, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ പിള്ളേരുടെ കൂടെ പോയ ഐവി. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതെ, വിളയാട്ടം 2.0. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ ട്രെയിൻ കയറി നേരെ വിട്ടത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്കായിരുന്നു. ശേഷം അവിടുന്ന് എല്ലാവരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അടുത്ത ട്രെയിൻ അങ്ങ് പിടിച്ചു, അങ്ങ് ഡൽഹിയിലേക്ക്. 1.5 ദിവസം നീണ്ടുനിന്ന ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഫ്രഷായ ശേഷം എല്ലാവരും കൂടെ സൈറ്റ് സീയിങ്ങിനായി ഇറങ്ങി. ആദ്യം പോയത് ഇന്ത്യ ഗേറ്റ് കാണാനായിരുന്നു. അവിടുത്തെ പൊരി വെയിലത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഈ കാണുന്ന റിക്ഷയും പിടിച്ച് നമ്മൾ നേരെ പോയത് ജമാ മസ്ജിദ് കാണാനായിരുന്നു. ഈ റിക്ഷ റൈഡ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളും കണ്ട് പിന്നെ എല്ലാവരും നേരെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. ആ പൊരി വെയിലിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. പിന്നെ ഞങ്ങൾ മെയിൻ ഡെസ്റ്റിനേഷനായ മണാലിയിലേക്കുള്ള ബസ് വെയിറ്റ് ചെയ്തു. അങ്ങനെ നീണ്ട 10 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൺതുറന്ന് കണ്ടത് ഈ കാണുന്ന കാഴ്ചയായിരുന്നു. മഞ്ഞു മൂടിക്കിടന്ന മലനിരകൾ. നേരെ പോയത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കായിരുന്നു. നല്ല നീറ്റും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു റൂമും ബാത്റൂമും ഒക്കെ. ശേഷം എല്ലാവരും ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഭക്ഷണം നല്ലോണം അങ്ങോട്ട് കഴിച്ചു. തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയ ശേഷം ഉച്ചയായപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറി നേരെ അടിമ്പ ദേവി ടെമ്പിളിലേക്ക് വെച്ചു പിടിച്ചു. അവിടുന്ന് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഇവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടുത്ത ദിവസം ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സ്ലിംഗ് ഷോട്ട്, സിപ്പ് ലൈൻ ഒക്കെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ഉച്ചയായപ്പോഴേക്കും നമ്മൾ നേരെ വിട്ടത് കോക്സറിലേക്കായിരുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അത് കാണാൻ. പിന്നെ എല്ലാവരും മഞ്ഞിൽ കളിയായിരുന്നു. ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണിത്. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. എത്രത്തോളം തിരക്ക് അവിടെ ഉണ്ടായാലും മലനിരകളിലായി വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞിൽ നമ്മൾക്ക് മാത്രമായി ഒരു സ്പേസ് കണ്ടുകിട്ടുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ ലൈഫിൽ ഇനിയും പല തവണ ഇവിടെ വരാൻ കഴിയണമേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ വിട്ടു നേരെ ഹോട്ടലിലേക്ക്. അന്ന് ഹോട്ടലിൽ ഫുൾ അടിച്ചുപൊളിയായിരുന്നു. ക്യാമ്പ് ഫയറും ഡാൻസും ഒക്കെയായി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ ഈ ഐവിയുടെ അവസാന ദിവസം വന്നെത്തി. റൂമും വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ജോഗിനി ഫോൾസിലേക്ക്, അതെ ജോഗിനി വാട്ടർഫാളിലേക്ക് ഒരു ചെറിയ ട്രക്കിംഗ്. വാട്ടർഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഇവനും ഉണ്ടായിരുന്നു. ഫൈനലി നമ്മളിത് അവിടെ എത്തി, ജോഗിനി വാട്ടർഫാൾ. മലകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം കാണാൻ എന്തു ഭംഗിയാണെന്നറിയാമോ. പതിയെ പതിയെ നമ്മുടെ ടീമിലെ എല്ലാവരും അവിടെ എത്തി. ഈ വാട്ടർഫാളിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മളവിടെ നേരിട്ട് പോയി അനുഭവിക്കേണ്ട ഒന്നാണ്. അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങിയത് നമ്മൾ കയറിയ വഴിയിലൂടെ അല്ലായിരുന്നു. വേറൊരു വഴി, വേറൊരു എക്സ്പീരിയൻസ്, എല്ലാം ബെസ്റ്റ്. തിരിച്ചിറങ്ങുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ എല്ലാവരും ബസ് പിടിക്കാനുള്ള തിടുക്കത്തിലുമായി.
എനിവേ ഈ യാത്ര എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.